നമ്മുടെ ബഹുമാന്യനായ മന്ത്രി ഷംസുദ്ദീൻ അദ്ദേഹം ഇന്ന് മാധ്യമങ്ങളോട് സംസാരിച്ച ഒരു കാര്യത്തെ സംബന്ധിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. വന്ദേ മാതരം പൂർണ്ണാർത്ഥത്തിലും പൂർണ്ണമായ നിലയിലും ഇന്ത്യയുടെ സ്വാതന്ത്ര്യപ്പിറവി ദിവസം പാടണമെന്നാണ് സംസ്ഥാന ചീഫ് സെക്രട്ടറി താഴെ ഉദ്യോഗസ്ഥ സ്ഥലങ്ങളിലും സ്വാതന്ത്ര്യ ദിനാഘോഷ ചടങ്ങുകൾക്കും നൽകിയിട്ടുള്ള മാർഗനിർദ്ദേശം. അക്കാര്യത്തെ സംബന്ധിച്ച് ബഹുമാന്യനായ മന്ത്രി മുസ്ലിം ലീഗുകാർ ആഘോഷിച്ചു കൊണ്ട് നടക്കുന്ന ഒരു മന്ത്രി അദ്ദേഹം പറഞ്ഞത്, രാജ്ഭവൻ നിർദ്ദേശിച്ചാൽ, അതായത് ഗവർണർ നിർദ്ദേശിച്ചാൽ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. വന്ദേ മാതരം എന്നുള്ളതിന് പകരം അദ്ദേഹം വന്ദേ ഭാരതം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും തീവണ്ടിക്ക് പോകുന്നത് കൊണ്ടുള്ള കുഴപ്പമാണ്. അത് ഒരു അക്ഷരപ്പിശകാണ്, അതിൽ നമ്മൾ തൂങ്ങേണ്ടതില്ല. വന്ദേ മാതരം പൂർണ്ണാർത്ഥത്തിൽ കേരളത്തിലെ പൊതുസമൂഹം, മതേതര സമൂഹം നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ ദിനത്തിൽ പാടണമെന്ന് പറഞ്ഞാൽ അതിന് ഉത്തരവ് പുറപ്പെടുവിക്കുന്നത് സംസ്ഥാനത്തിലെ UDF ഗവൺമെൻറ്റിൻ്റെ ചീഫ് സെക്രട്ടറിയാണ്. അങ്ങനെ ഒരു ഉത്തരവ് ചീഫ് സെക്രട്ടറി ഇറക്കുന്നതിന് മുമ്പ് അത് തടയാനോ അല്ലെങ്കിൽ ചീഫ് സെക്രട്ടറി അത്തരമൊരു കാര്യത്തിന് മുൻകൈയെടുക്കുമ്പോൾ അതിനെ എതിർക്കാനോ UDF ഗവൺമെൻറ് തയ്യാറായില്ല. നമ്മുടെ രാജ്യം ഒരു ബഹുസ്വര സമൂഹം, പല മതവിശ്വാസികളുമുള്ള ഒരു രാജ്യം. ആ രാജ്യത്ത് ഹിന്ദുമതവിശ്വാസപ്രകാരമുള്ള ദൈവകൽപ്പനകൾ അല്ലെങ്കിൽ ദൈവബിംബകൽപ്പനകൾ അടങ്ങിയിട്ടുള്ള ഒരു ഭക്തിഗാനം ആലപിക്കണമെന്ന് പറഞ്ഞാൽ അത് ഉൾക്കൊള്ളാൻ കേരളീയ സമൂഹത്തിന് സാധ്യമാണോ? എവിടെയാണ് UDFൻ്റെ ഗവൺമെൻറ് കേരളത്തെ കൊണ്ടെത്തിക്കുന്നത്? ഞാനീ വന്ദേ മാതരം പൂർണ്ണാർത്ഥത്തിൽ കേട്ടത് എൻ്റെ കുട്ടിക്കാലത്താണ്. എൻ്റെ വളരെ കുട്ടിക്കാലത്ത് RSSൻ്റെ ഒരു പ്രവർത്തകനായിരുന്ന ഒരാളുടെ സ്കൂളിൽ RSS ശാഖ നടക്കുന്ന സമയത്ത് അതിനകത്ത് ഇത് പൂർണ്ണമായ രീതിയിൽ പാടുന്നത് കേട്ടിട്ടുണ്ട്. കഴിഞ്ഞ 10 വർഷക്കാലം RSSൻ്റെ തിട്ടൂരങ്ങൾക്കനുസരിച്ച് കേരളത്തിലെ ഗവൺമെൻറ്റിനെ നിയന്ത്രിക്കാൻ വേണ്ടി രാജ്ഭവനിൽ ഇരുന്നു കൊണ്ട് ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന് പറയുന്ന BJP നിശ്ചയിച്ച ഗവർണർ നടത്തിയ ഇടപെടലുകളെ അതിശക്തമായി പ്രതിരോധിച്ചുകൊണ്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ഈ സംസ്ഥാനം ഭരിച്ചത്. എന്നാൽ കഴിഞ്ഞ 2.5 മാസം കൊണ്ട് RSSന് സമ്പൂർണ്ണമായി കീഴടങ്ങുന്ന രീതിയിൽ കേരളം മാറിയിരിക്കുന്നു. ഇന്നലെ ബഹുമാന്യനായിട്ടുള്ള BJPയുടെ നേതാവ് മുരളീധരൻ പറഞ്ഞത്, ഞങ്ങളുടെ ഔദാര്യത്തിലാണ് മിസ്റ്റർ VD സതീശൻ കേരളത്തിലെ മുഖ്യമന്ത്രിയായിരിക്കുന്നത്. ഞങ്ങൾക്കെതിരായി എന്തെങ്കിലും പ്രഖ്യാപിച്ചാൽ, അനങ്ങിയാൽ വലിച്ച് താഴെയിടാനും ഞങ്ങൾ മടിക്കുകയില്ല എന്ന പ്രഖ്യാപനം RSSും BJP നടത്തിയിരിക്കുകയാണ്, അതിൻ്റെ നേതാവ് നടത്തിയിരിക്കുകയാണ്. മുമ്പ് 30 സീറ്റുകൾ ലഭിച്ചാൽ കേരളം ഞങ്ങൾ ഭരിക്കുമെന്ന് സുരേന്ദ്രൻ
എന്ന് പറയുന്ന BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞപ്പോൾ നമ്മൾ അദ്ദേഹത്തെ കളിയാക്കുകയും ട്രോളുകയും ചെയ്തിരുന്നു. പക്ഷേ എത്ര വിശാലമായ അർത്ഥത്തിലുള്ള ഭാവനയാണ് സുരേന്ദ്രൻ നടത്തിയത് എന്നുള്ളത് ഇപ്പോൾ നമുക്ക് ബോധ്യമാവുകയാണ്. 30-ന് പകരം 3 MLA-മാർ മാത്രം നിയമസഭയിൽ എത്തിയപ്പോൾ BJP പിൻസീറ്റിലിരുന്നു കൊണ്ട് ഈ സംസ്ഥാനം ഭരിക്കുകയാണ്. ഓരോ ഘട്ടങ്ങളിൽ നമുക്കത് മനസ്സിലാകും. നമ്മുടെ വിദ്യാഭ്യാസ രംഗത്തെ കാവ്യവൽക്കരിക്കാൻ വേണ്ടി അവരെല്ലാ രീതിയിലും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉന്നത വിദ്യാഭ്യാസത്തെ റോജി ജോൺ എന്ന് പറയുന്ന മന്ത്രിയെ ഉപയോഗിച്ചുകൊണ്ടും എന്നാൽ അതിൽ താഴെയുള്ള വിദ്യാലയങ്ങളെയൊക്കെ തന്നെ നിയന്ത്രിക്കുന്ന വിദ്യാഭ്യാസ മന്ത്രിയെ മുസ്ലിം ലീഗുകാരനായ മന്ത്രിയെ ഉപയോഗിച്ചുകൊണ്ടും കാവ്യവൽക്കരണമെന്ന അജണ്ട ഭംഗിയായി കേരള വിദ്യാഭ്യാസ സമൂഹത്തിൽ ഇന്ന് BJP നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഗൗരവതരമായ കാര്യം കേരളീയ പൊതുസമൂഹം തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. ഒരുപക്ഷെ എൻ്റെ ഈ ലൈവ് വീഡിയോയ്ക്ക് താഴെയും മുസ്ലിം ലീഗിൻ്റെയും കോൺഗ്രസിൻ്റെയും ഒക്കെ തന്നെ അനുയായികൾ വന്ന് പച്ചത്തെറി പറയുകയും നിങ്ങൾ കരഞ്ഞോളൂ 5 വർഷവും നിങ്ങൾ കരഞ്ഞോളൂ എന്ന് ഞങ്ങളെ പരിഹസിക്കുന്നതിന് പകരം നിങ്ങളെല്ലാം സ്വന്തം തലച്ചോറ് വെച്ചുകൊണ്ട് ചിന്തിക്കണം നമ്മൾ എവിടേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന്. ഈ അതീവ ഗുരുതരമായ പ്രതിസന്ധിയെ മതേതര കേരളം തിരിച്ചറിയണമെന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ വന്ദേ മാതരം ഈ സംസ്ഥാനമാകെ അതിൻ്റെ പൂർണ്ണാർത്ഥത്തിൽ പാടണം എന്നുള്ള കേരള സർക്കാരിൻ്റെ തിട്ടൂരം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. മതേതര കേരള സമൂഹം ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് UDFൻ്റെ ഗവൺമെൻറ്റിൻ്റെ RSS വൽക്കരണത്തിനെ അതിശക്തമായി എതിർത്തുകൊണ്ട് നമ്മുടെ മഹത്തായ കേരളത്തിൻ്റെ സംസ്കാരത്തെയും മതേതര സാമൂഹ്യ ബോധത്തെയും മുന്നോട്ട് കൊണ്ടുപോകാൻ എല്ലാവരും രംഗത്തിറങ്ങണമെന്നാണ് ഈ വീഡിയോയിലൂടെ എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്. അത്യന്തം അപകടകരമായ ഒരു സ്ഥിതിവിശേഷത്തെ കേരളം നേരിടുന്നു എന്നുള്ളത് നാം കാണാതെ പോകരുത്. എൻ്റെ പോസ്റ്റിനടിയിൽ വന്ന് എന്നെ തെറി വിളിച്ച്, എന്നെ ബാപ്പാക്ക് വിളിച്ച്, എൻ്റെ ഉമ്മാക്ക് വിളിച്ച് ആശ്വാസം കൊള്ളുന്നവർ തൽക്കാലം ആ ആശ്വാസം കൊണ്ട് നടക്കട്ടെ. ആ രീതിയിൽ അവർക്ക് പ്രതികരിക്കാനുള്ള അവകാശമുണ്ട്. എനിക്കറിയാവുന്ന രീതിയിൽ തിരിച്ചു പ്രതികരിക്കാനുള്ള എനിക്കും അവകാശമുണ്ട്. ആ രീതിയിൽ ഞാനും പ്രതികരിച്ച് മുന്നോട്ട് പോകട്ടെ. പക്ഷേ നിങ്ങളെല്ലാവരും വളർത്തിക്കൊണ്ടുവന്ന ഈ വിസ്മയ ഗവൺമെൻറ് വളരെയധികം അങ്ങനെയാണല്ലോ പറഞ്ഞത്, വിസ്മയം വരാൻ പോകുന്നു. വിസ്മയം എല്ലാ നിലയിലും വിസ്മയമാണ്. ആ വിസ്മയത്തിൻ്റെ മറ്റൊരു പതിപ്പാണ് നമ്മുടെ സതീശൻ മേനോൻ്റെ, വടശ്ശേരി ദാമോദരൻ മേനോൻ സതീശൻ്റെ ഈ ഗവൺമെൻറ് എന്ന് തിരിച്ചറിയാൻ ജനങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. അതിനെതിരായിട്ടുള്ള അതിശക്തമായ പ്രതിരോധം മതേതര സമൂഹം കെട്ടിപ്പടുത്ത് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് സവിനയം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ചെറിയ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും ശുഭരാത്രി.